Boche Gold and Diamonds. Buy now, pay later. പ്രവാസി വ്യവസായി മുഹമ്മദ് അലിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ പ്രവാസിയെയും സാക്ഷിയായ മാനേജരെയും അപായപ്പെടുത്താൻ വിദേശത്ത് വീണ്ടും ഗൂഢാലോചന നടന്നതായി ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. തട്ടിക്കൊണ്ടുപോകൽ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ റിപ്പോർട്ട് പരിഗണിച്ച് 4 പേർക്കെതിരെ ഒറ്റപ്പാലം പോലീസ് മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തു. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ റിമാൻഡിൽ കഴിയുന്ന കാസർഗോഡ് ചിറ്റാരിക്കൽ ഷമീർ എന്ന ആട് ഷമീർ, മലപ്പുറം എടവണ്ണയിലെ നിസാം എന്നിവർക്കെതിരെയും വിദേശത്ത് കഴിയുന്ന 2 പേർക്കെതിരെയുമാണ് കേസ്. വിദേശത്ത് കഴിയുന്ന 2 പേരാണ് പ്രവാസി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി മോചനദ്രവ്യം ആവശ്യപ്പെട്ട കേസിലെയും ഗൂഢാലോചനക്കാർ. ഈ കേസിൽ നിയമപരമായി മുന്നോട്ടു പോകുന്നതിന്റെ വിരോധം തീർക്കാനാണ് പ്രവാസി വ്യവസായി മലപ്പുറം വണ്ടൂർ പൂങ്ങോട് പീഡിയേക്കൽ പി മുഹമ്മദ് അലിയെ വീണ്ടും തട്ടിക്കൊണ്ടുപോകാനും അപായപ്പെടുത്താനും നീക്കമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കേസിൽ പ്രധാന സാക്ഷി എന്ന നിലയിലാണ് മാനേജർ ഷിബിലിനെതിരായ ഗൂഢാലോചന. ഇരുവരെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ വരെ നീക്കം നടക്കുന്നതായാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. തട്ടിക്കൊണ്ടുപോകൽ കേസിൽ അറസ്റ്റിലായ ഷമീറിന്റെയും നിസാമിന്റെയും ഫോണുകളിൽ മുഹമ്മദ് അലിയുടെയും ഷിബിലിയുടെയും ഫോട്ടോകളും അടിസ്ഥാന രേഖകളും കണ്ടെത്തിയതായി പോലീസ് പറഞ്ഞു. ഗൂഢാലോചന സംബന്ധിച്ച മറ്റു വിവരങ്ങളും ഫോണുകളിൽ നിന്ന് ലഭിച്ചതിനു പിന്നാലെയാണ് മറ്റൊരു കേസ് കൂടി ഒറ്റപ്പാലം പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഷമീറും നിസാമും ഉൾപ്പെടെ 22 പേരാണ് ഇതുവരെ കേസിൽ പിടിയിലായത്. കഴിഞ്ഞ മാസം കോഴിക്കോട് മാവൂരിലെ ഫ്ളാറ്റിൽ നിന്ന് ഏറ്റുമുട്ടലിനിടെ സാഹസികമായാണ് ഷമീറിനെ പിടികൂടുന്നത്. ഷമീർ സ്ഫോടക വസ്തു എറിയുകയും ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾ തോക്കു ചൂണ്ടുകയും ചെയ്തെങ്കിലും ഇവിടെ നിന്ന് 4 പേരെ പോലീസ് സംഘം കീഴടക്കി. 2025 ഡിസംബർ 6 PV മുഹമ്മദ് അലിയെ കൊട്ടേഷൻ സംഘം പട്ടാമ്പി തിരുമുറ്റക്കോട് കോഴിക്കോട്ടിരി പാലത്തിന് സമീപത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയത്. മുഹമ്മദ് അലി കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനിടെ കാർ തടഞ്ഞാക്രമിച്ച സംഘം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. പിന്നീട് ഒറ്റപ്പാലം കോതകുറിച്ചി പത്തംകുളത്തെ പൂട്ടിയിട്ട വീട്ടിലെത്തിച്ച ശേഷം വീഡിയോ ചിത്രീകരിച്ച് ബന്ധുക്കൾക്ക് അയച്ച് 70 കോടി രൂപ മോചനദ്രവ്യം ആവശ്യപ്പെട്ടെന്നാണ് കേസ്. രാത്രി കാവലിരുന്ന സംഘം മദ്യപിച്ച് ഉറങ്ങുന്നതിന് പിന്നാലെ പുലർച്ചെ 4:30 മുഹമ്മദ് അലി പരിക്കുകളോടെ രക്ഷപ്പെട്ട് റോഡിലെത്തുകയായിരുന്നു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. .വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.